ശബരിമലയിൽ 1939 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് തീകത്തിലൊക്കെ ഉണ്ടായത്. അന്ന് സർ CP കേരളത്തിലുണ്ടായിരുന്നു. ശബരിമല ദർശനത്തിനായിട്ട് 1939 മഹാരാജ ശ്രീ തിരുനാളും അമ്മ മഹാറാണിയും സർ CPയും അന്ന് വെറും 17 വയസ്സുള്ള ശ്രീ ചിത്തിര തിരുനാളിൻ്റെ അനിയൻ ഉത്രാടൻ തിരുനാളും ശബരിമലയിൽ ദർശനം നടത്തിയതായിട്ടാണ് റെക്കോർഡുകൾ കിടക്കുന്നത്. അവർ അന്ന് ശബരിമല ഇന്നുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, കാനനത്തിൽ കൂടെ തന്നെ സഞ്ചരിക്കണം. അന്ന് മൗണ്ട് എസ്റ്റേറ്റാണ്, അഴുത വഴി ഇന്നും ആൾക്കാർ ശബരിമലയിൽ പോകുന്നുണ്ട്. പീരുമേട് വഴി, അഴുത വഴി. അത് ശബരിമലയിൽ പോകുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ്. ആ കാനനത്തിൽ കൂടെ നടന്നാണ് ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് ശ്രീ തിരുനാൾ ഏറ്റവും ചെറിയ ഷോർട്ട് റൂട്ട് എടുത്തു. അവർ പീരുമേട്ടിൽ നിന്നും മൗണ്ട് എസ്റ്റേറ്റ് ആ വഴി നടന്നാണ് ശബരിമലയിട്ട് പോയത്. അമ്മ മഹാറാണിയെ ഒരു ഡോളിയിൽ ഏറ്റവും മുമ്പിൽ നടത്തി. അതിൻ്റെ പിന്നിൽ ശ്രീ തിരുനാൾ മഹാരാജാവ് പോയി. അതിൻ്റെ പിന്നിൽ ഉത്രാടൻ തിരുനാൾ മഹാരാജാവ് സഞ്ചരിച്ചു. സർ CPയും കൂടെയുണ്ട്. മൗണ്ട് എസ്റ്റേറ്റിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ വഴിയരികെ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് 1-2 സ്ഥലത്ത് പുല്ലുപേര സൃഷ്ടിച്ചു. അവിടെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ കാനൻ റോഡെല്ലാം ഇവർ നടപ്പാതയെല്ലാം വെടുപ്പാക്കി വൃത്തിയാക്കിയിട്ടാണ് മഹാരാജാവ് 1939 അങ്ങോട്ട് എഴുതിയത്. അതിനുശേഷം ഉത്രാടം തിരുനാൾ ഇവരോടൊപ്പം ശബരിമലയെല്ലാം കണ്ടപ്പോൾ, അന്ന് ശബരിമലയിലെ ഇന്നത്തെ പോലെയുള്ള ഒരു അമ്പലമല്ല. അന്നത്തെ അമ്പലത്തെ അന്ന് ആസ്പെറ്റോസോ ഷീറ്റോ ഒന്നും അവിടെ ഇല്ല, ഓടില്ല. അവിടെ ശബരിമലയിലെ പഴയ രീതിയിലുള്ളൊരു അമ്പലം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ പോയി പുണ്യദർശനം അമ്മ മഹാറാണിയും ശ്രീ തിരുനാൾ മഹാരാജാവും അനിയൻ ഉത്രാടൻ തിരുനാളും സർ CPയൊക്കെ നടത്തി. അവർ അയ്യപ്പ ദർശനം നടത്തിയ ശേഷം അവർ മടങ്ങിയതായിട്ടാണ് അന്നത്തെ കാലത്തെ റെക്കോർഡുകൾ കാണിക്കുന്നത്. അതിനുശേഷം 1950 ശബരിമല തീകത്തി. അപ്പോൾ ശബരിമലയിലെ അന്നത്തെ പ്രതിഷ്ഠയുടെ ഫോട്ടോ ഉത്രാടൻ തിരുനാൾ മഹാരാജു, അദ്ദേഹം അറിയാമല്ലോ, കേരളത്തിലെ പലർക്കും അറിയാം. അദ്ദേഹം ഒരു ഫോട്ടോ എടുക്കാൻ വലിയ കമ്പമുള്ള ആളായിരുന്നു. അന്നത്തെ കാലത്തെ പല ക്യാമറകളും അദ്ദേഹം വാങ്ങിച്ചു. അദ്ദേഹം അയ്യപ്പൻ്റെ ആ സ്ഥലത്തെ അല്ലെങ്കിൽ അയ്യപ്പ ദർശനം നടത്തിയ ശേഷം അയ്യപ്പൻ്റെ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയുടെ ഒരു കോപ്പി അദ്ദേഹം തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ അവരുടെ അവിടെ പൂജാ മുറിയിൽ അത് വച്ചിരുന്നു. അയ്യപ്പ ദർശനം അവർ നടത്തിക്കൊണ്ടിരുന്നു. ജപമുറിയിലെ അവിടുത്തെ അമ്മ മഹാറാണി സ്ഥിരമായിട്ട് അയ്യപ്പനെ ദർശിക്കുമ്പോൾ, അയ്യപ്പനെ പൂജിക്കുമ്പോൾ ഈ ഫോട്ടോയുടെ മുമ്പിലായിരുന്നു പൂജിച്ചു കൊണ്ടിരുന്നത്. ശബരിമല കത്തിയെന്നറിഞ്ഞപ്പോൾ അമ്മ മഹാറാണി മക്കളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കുളിച്ചിട്ട് പെട്ടെന്ന് വരിക. അതിനുശേഷം അവർ കുളിച്ചു. അവർ ഈ അയ്യപ്പനെ ആ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ആ ഫോട്ടോയിൽ ദർശനം നടത്തി പൂജ നടത്തിയ ശേഷം അമ്മ മഹാറാണി പറഞ്ഞു, ഇതിൻ്റെ ഒരു കോപ്പി ശബരിമലയിൽ എത്തിക്കണം, ദേവസ്വത്തിൽ എത്തിക്കണം, അതേ രീതിയിലുള്ള ഒരു വിഗ്രഹം അവിടെ പണിത് വെക്കണം എന്ന് ആണെന്ന് പറഞ്ഞു. 1939 സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. പുതിയ വിഗ്രഹം അതേപോലെ നിർമ്മിച്ചു. അത് വിഗ്രഹം നിർമ്മിച്ച കാര്യമൊക്കെ അന്ന് പത്രത്തിൽ വന്നിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അയ്യപ്പൻ്റെ ആ പടത്തിലുള്ള പോലെ മെഴുകുകൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി. അതിൻ്റെ പുറത്ത് ശുദ്ധമായ കളിമണ്ണ് സംഘടിപ്പിച്ചു. അതിൻ്റെ പുറത്ത് കളിമണ്ണ് കൊണ്ട് അത് പൊതിഞ്ഞു. അത് ഉണങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പം ആ വിഗ്രഹത്തിൻ്റെ പല സ്ഥലത്തും സുഷിരങ്ങളുണ്ടാക്കി. സുഷിരങ്ങളുണ്ടാക്കിയ ശേഷം ആ വിഗ്രഹം അത് നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞപ്പം അത് ചൂടാക്കി അല്പം അകത്തെ മെഴുക് ഉരുകി ആ തുളയിൽ കൂടെ ആ ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് ഒഴുകിപ്പോയി. അങ്ങനെയാണ് അത് വാർത്തത്. കളിമണ്ണ് കൊണ്ടുള്ള വിഗ്രഹത്തിൻ്റെ ആ സുഷിരത്തിൻ്റെ കൂടെ പല സ്ഥലത്തും മെഴുക് വാർന്നൊലിച്ച് പോകാനുള്ള സുഷിരത്തിൽ കൂടെ അവർ
പഞ്ചലോഹം ഉരുക്കി ഒഴിച്ചു. ചെമ്പ്, അതുപോലെ സ്വർണം, വെള്ളി, പഞ്ചലോകത്തിൻ്റെ 5 ലോഹങ്ങളും അതിലൂടെ ഉരുക്കി ഒഴിച്ചിട്ട് ഒരു വിഗ്രഹമായി മാറി. അതിനുശേഷം ആ കളിമണ്ണ് അത് പൊട്ടിച്ച് കളഞ്ഞു. അതാണ് ശബരിമലയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം. കാരണം അന്ന് ഈ രീതിയിൽ ശബരിമലയിൽ ഇരുന്ന അതേ വിഗ്രഹത്തിൻ്റെ ഒരു പടം ഉത്രാടം തിരുനാൾ മഹാരാജ് അന്ന് അയാൾ ഫോട്ടോ എടുക്കുന്ന ഒരു കമ്പക്കാരനായിരുന്നുകൊണ്ട് എടുത്തത് കൊണ്ടാണ് അതേ രീതിയിലുള്ള ഒരു വിഗ്രഹം വീണ്ടും ശബരിമലയിൽ വന്ന് ആ വിഗ്രഹത്തിലാണ് പിന്നീട് സ്വർണം പൊതിഞ്ഞതെന്ന് നമ്മൾ ആലോചിക്കണം. ഇതിൻ്റെ പഴയകാല ചരിത്രത്തിലാണ്. പക്ഷേ അതിനോടൊപ്പം ചില കാര്യങ്ങളുണ്ട്. അന്ന് ശബരിമല അവിടുത്തെ ക്ഷേത്രം കത്തിയതിനെപ്പറ്റി വിവാദമായ പല കഥകളും രംഗത്തുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള പല ക്രിസ്ത്യൻ കുടുംബക്കാരും അവിടെ ശബരിമലയിൽ ദർശനത്തിന് പോയിട്ട് അവർ വെടിക്ക് പോകുന്നവരാണ്. എല്ലാവരും തോക്ക് കയ്യിലുണ്ടാവും. അവർ 10-15 പേര് ഒന്നിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നടന്ന് ശബരിമലയിൽ പോയി. ഇവർ വെടിക്ക് വരുന്നത് ക്ഷേത്രത്തിലെ പൂജാരിമാർ രണ്ടുപേരും തനിച്ച് കാട്ടി കിടക്കുന്നവരാണ്. അവർക്ക് വലിയ ധൈര്യം നൽകുന്ന ദിവസങ്ങൾ. ഇവർ 2 ആഴ്ച അവിടെ താമസിക്കുമ്പോൾ ആ പാറയിലൊക്കെ 2 ആഴ്ച താമസിച്ച് അവിടെയാണ് കിടക്കുന്നത്. മറ്റൊരുത്ത മൃഗശല്യം ഉണ്ടാവും. 2 ആഴ്ച വേട്ട കഴിഞ്ഞ് മടങ്ങി പോകുന്നിടം വരെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഈ സ്വാമിമാർക്ക് അല്ലെങ്കിൽ ആ പൂജാരിമാർക്ക് 2 പേർക്കും വലിയ ഒരു തൻ്റെ ഇടം കിട്ടുമായിരുന്നു. പക്ഷേ അതങ്ങോട്ട് മാറി. അതിനുശേഷം അവിടെ തീ കത്തിയത് അവരുടെ അഭിപ്രായത്തിൽ, കാഞ്ഞിരപ്പള്ളിയിലുള്ള അന്നത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ വെടിക്ക് പോകുന്നവരുടെ അഭിപ്രായത്തിൽ ഇവർ കൂടെ ശബരിമലയിൽ പോയി ആ അയ്യപ്പനെ ദർശിക്കും, അയ്യപ്പൻ്റെ അവിടെയുള്ള പൂജാരികളെ കാണും. അവർക്ക് ഇവരവിടെ വരുന്നത് വലിയ സന്തോഷമാണ്. പാറയിൽ 2 ആഴ്ച തോക്കുമായിട്ട് ഇവർ സെക്യൂരിറ്റി പോലെ അവിടെ ഉണ്ടാവും. പക്ഷേ ആ കാലഘട്ടത്തിൽ മറവന്മാർ തമിഴ്നാട്ടിൽ നിന്ന് പലരും വരും. അയ്യപ്പൻ അവിടെ 1 മാസത്തെ 2 മാസത്തിനുള്ള അരിയൊക്കെ, അന്നത്തെ അരിക്ഷാമമുള്ള സമയമാണ്. അവിടെ ഇവർ അരി അവിടെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. ശർക്കര ഉണ്ടാവും. ഇത് കൊള്ളയടിച്ചിട്ട് ഈ മറവന്മാർ അത് കൊണ്ടുപോയിട്ട് തീ ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായെന്നാണ് അന്നത്തെ പൂജാരിമാർ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ആ സംഭവത്തെപ്പറ്റി പല കഥകളും വെളിയിൽ വന്നപ്പം കാഞ്ഞിരപ്പള്ളിയിലുള്ള ക്രിസ്ത്യൻസ് അത് തീ വെച്ചു എന്നൊരു ആരോപണം അന്നേ ഉണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെയുള്ള ക്രിസ്ത്യൻ്റെ തലമുറക്കാർ പറയുന്നത് വെടിക്ക് പോവും എല്ലാ 2-3 മാസം കൂടുമ്പം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അന്ന് എരുമേലി വരെ മണ്ണ് റോഡാണ്. അവിടെ വരെ ജീപ്പിൽ വന്നിട്ട് അവരെല്ലാവരും നടന്ന് കയറിയാണ് പോകുന്നത്. 2 ആഴ്ച കഴിഞ്ഞ് അവർ മടങ്ങി വരും. 4-5 തോക്കും 10-15 പേര് ഒന്നിച്ചാണ് പോകുന്നത്. അവർ പോകുന്നത് ശബരിമലയിൽ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പാറയിലാണ് അവർ കിടക്കുന്നത്. ഇതൊക്കെ അവിടെയുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള കഥകളാണ്, അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതേസമയത്ത് തീ വെച്ചതാണെന്നുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും അന്ന് അവിടെ പോലീസ് ഇതേപ്പറ്റി ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞിട്ട് ഇവരെല്ലാം ചോദ്യം ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം അതിനകത്ത് കഴമ്പില്ല എന്നാണ് വരുന്നത്. പക്ഷേ പ്രചാരം സിദ്ധിച്ചിട്ടുണ്ട് ആ പഴയ കഥയ്ക്ക്. പല കഥകളും ഉണ്ട്. എങ്കിലും യഥാർത്ഥത്തിലുള്ള അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ വെടിക്ക് പോകുമ്പോൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് അവർ പോയി കിടക്കുന്നത്. ആ സമയത്ത് അവിടുത്തെ പൂജാരിമാർക്ക് അവർക്കൊരു തൻ്റെ ഇടം, ഇവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ആ പൂജാരിമാർക്ക് എപ്പോഴും ഒരു സഹായകരമായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നതാണ്. കാഞ്ഞിരപ്പള്ളിയിലുള്ള ക്രിസ്ത്യൻ വീടുകളിലെ ഇപ്പോഴത്തെ തലമുറ ആൾക്കാർക്ക് പകർന്നു കിട്ടിയത് അവരുടെ പൂർവികർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതേസമയത്ത് പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ അന്ന് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു തീ കത്തിയതിന്. അതിനെ സംബന്ധിച്ച് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം വിളിച്ചിട്ട് അന്നത്തെ ഒരു ഇൻസ്പെക്ടറാണ് അന്വേഷണം നടത്തിയത്. അതിനുശേഷം ഇവർ കുറ്റക്കാരല്ല, ഇവരവിടെ യഥാർത്ഥത്തിൽ വെടിക്ക് പോയതാണ് എന്നും കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ ഫയലൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.